നമസ്കാരം. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ രഹസ്യ അന്വേഷണ ഏജൻസികളുമാണ്. ഹസീനയെ അവിടെ നിന്ന് കൊണ്ടുവന്നത് അതിലൊരു നിർണായക പങ്ക് വഹിച്ചത് ഇന്റലിജൻസ് ബ്യൂറോയും റോയുമാണ്. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ബംഗ്ലാദേശിന്റെ കലാപം അടിച്ചമർത്താൻ ഇന്ത്യ നിലവിൽ ശക്തമായ നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിലവിൽ ഇന്ത്യൻ സൈന്യം തന്നെ ശക്തമായ ഒരു നീക്കം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് ബംഗ്ലാദേശിൽ തന്നെ. അതിന് മുന്നോടിയായി IB ഡയറക്ടർ തപൻ കുമാർ ദേഹ, റോ മേധാവി ഉൾപ്പെടെയുള്ളവരുമായി അമിത്ഷായും മോദിയും അജിത് ഡോവലും ഒരു നിർണായക ചർച്ച തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. നിലവിൽ ഷെയ്ഖ് ഹസീനെ ഡൽഹിയിൽ അതീവ സുരക്ഷാ സംവിധാനത്തോടുകൂടിയ ഒരു സ്ഥലത്താണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് കലാപം നിലനിൽക്കുന്നതിൽ ഇന്ത്യക്ക് ഒരു സുരക്ഷാ ഭീഷണി തന്നെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയായ റെഡ് ക്ലിഫിൽ BSF ഉൾപ്പെടെ ഇന്ത്യൻ ആർമിയും യുദ്ധവിമാനവും സർവ്വ സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട്. 1971 കിഴക്കൻ പാകിസ്ഥാനെ വിഘടിച്ചുകൊണ്ട് ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാഷ്ട്രം കെട്ടിപ്പടുക്കുമ്പോൾ ഇന്ത്യൻ സേനയും ഇന്ത്യൻ സർക്കാരും വഹിച്ച പങ്ക് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു സുപ്രധാനമായ ഒരു തീരുമാനം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യൻ സേന ബംഗ്ലാദേശിൽ പ്രവേശിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത്. ബംഗ്ലാദേശിനെ ഒരു കലാപത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഒരു സംവരണ വിഷയം തന്നെയാണ്. സംവരണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവ് ഇട്ടപ്പോൾ മുതൽ തുടങ്ങിയ പ്രതിഷേധം, കലാപം, പ്രക്ഷോഭമെല്ലാം സുപ്രീം കോടതി തന്നെ അത് റദ്ദു ചെയ്തപ്പോഴും പ്രക്ഷോഭത്തിന്റെ കെട്ടടങ്ങുന്നില്ല. പാകിസ്ഥാൻ സ്പോൺസേർഡ് ചെയ്ത തീവ്രവാദികളുടെ ആക്രമണമായിരുന്നു അവിടെ നടന്നത്. 1971 നടന്ന സംവരണം യുവജനങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയ ഷെയ്ഖ് ഹസീന തന്നെ ആ സംവരണം എടുത്തു കളഞ്ഞത് ഒരു നല്ലൊരു തീരുമാനമായിരുന്നു. പിന്നെ എന്തിനാണ് ഈ ഒരു കലാപം അവിടെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഷെയ്ഖ് ഹസീനയെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നവുമായി ഉണ്ട് സർക്കാരിനെ എതിരായി നിൽക്കുന്നവരും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങളും ഈ ഒരു അവസരം കണ്ടിട്ട് സ്പോൺസേഡ് ആയിട്ട് തന്നെ കുറെ തീവ്രവാദികളെ അതിലേക്ക് ബംഗ്ലാദേശിലേക്ക് അയച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ജമാഅത്ത് ഇസ്ലാം പോലുള്ള മുഖ്യമായൊരു മുസ്ലിം സംഘടന. ഇതിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ വലിയ തോതിൽ ഒരു ഭീകരാക്രമണം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഈ സംഘടനയ്ക്ക് സഹായം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ വിഭാഗം തന്നെ വ്യക്തമാക്കുന്നു. ഇന്ത്യക്കെതിരെ കളിക്കാൻ പാകിസ്ഥാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യയുടെ സുരക്ഷാ വിഭാഗം അതിനെ തകർക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യം എത്തിയത്. ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാം വലിയ തോതിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത് മനസ്സിലാക്കിയ ഉടനെ തന്നെയാണ് ഇന്ത്യയിലും ജമാഅത്ത് ഇസ്ലാമിനെ ബാൻ ചെയ്യാനുള്ള, അതായത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചതുപോലെ ജമാഅത്തിനെ നിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകളും അതിന്റെ ചർച്ചകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയ്ക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശനത്തിനുള്ള അനുവാദം കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഡൽഹിയിൽ തന്നെയാണ് തുടരുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഒരു സഹോദരിയായിട്ട്, അതായത് നരേന്ദ്രമോദിയുടെ ഉറ്റ ചങ്ങാതിയായ ഷെയ്ഖ് ഹസീനയെ പൂർണ്ണമായി സംരക്ഷിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ വലിയ തോതിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയും ഹിന്ദുക്കൾക്ക് നേരെയും വലിയ തോതിൽ ഒരു ആക്രമണം തന്നെ അവിടെ അഴിച്ചുവിടുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിലും ജയശങ്കർ ഒരു വലിയ തോതിൽ ഒരു ആശങ്ക തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറിൽ കേന്ദ്ര സേനകൾ സർവശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. ഏത് രീതിയിലും ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്നോ ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി റഫേൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ സർവ്വസജ്ജമായി തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ തന്നെ നിൽക്കുന്നുണ്ട്. കൂടാതെ അമിത്ഷായും അജിത് ഡോവലും മോദിയും ഉൾപ്പെടെയുള്ളവർ ഈ വാർത്തകൾ, അതായത് ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ.